ലക്ഷ്മി പാലക്കാട് കൽപ്പാത്തിയിലാണ് വീട്. ടിക്ടോക്കിലൂടെ കുറച്ചു പേർക്കെങ്കിലും എന്നെ പരിചയം കാണും. ഈ ഇടയ്ക്കാണ് ഞാൻ 59 ദിവസത്തെ നീണ്ട ഒരു സോളോ റൈഡ് കേരള ടു കാശ്മീർ കംപ്ലീറ്റ് ചെയ്ത് വന്നത്. ഈ പൾസറിലാണ് പോയിട്ട് വന്നത്. ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിൽ കൂടെ കവർ ചെയ്തിട്ടാണ് കയറിപ്പോയത്. പാലക്കാട് വഴി മാംഗ്ലൂർ വഴി ടച്ച് ചെയ്ത് നേരെ പൂനെ, നാഷിക്, വാപ്പി, പിന്നെ രാജസ്ഥാൻ, അതുവഴി ഡൽഹി, അവിടുന്ന് മണാലി വഴിയാണ് കർദുംഗ്ല വരെ എത്തിയത്. കർദുംഗ്ലയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ശ്രീനഗർ വഴി ജമ്മു, കാർഗിലൊക്കെ കവർ ചെയ്ത് വീണ്ടും ഡൽഹി എത്തി. ഡൽഹിയിൽ നിന്ന് പിന്നെ ഇന്ത്യയുടെ മധ്യപ്രദേശിലൂടെ ഇറങ്ങി ഹൈദരാബാദ്, ബാംഗ്ലൂർ, പിന്നെ ചെന്നൈ, കന്യാകുമാരി, അതിനുശേഷമാണ് നാട് എത്തിച്ചേർന്നത്. സോ K2K എന്നുള്ള ഒരു ലക്ഷ്യം മൈൻഡിൽ വന്നപ്പോൾ നേരെ ഇവിടുന്ന് കർദുംഗ്ല പോവുക, കർദുംഗ്ലയിൽ നിന്ന് തിരിച്ച് കന്യാകുമാരി അടിക്കുക എന്നുള്ള പ്ലാൻ ആയിരുന്നില്ല. പോകുന്ന വഴിക്ക് ഇന്ത്യ മൊത്തം കാണുക എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. പെണ്ണാണ് റൈഡ് ചെയ്യുന്നതെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കുറേ പേര് ഇൻസ്പയർഡ് ആണ്. നമുക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ തരും. നമുക്കുള്ള ഹെൽപ്പുകൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് തരും. പിന്നെ സേഫ്റ്റി കൺസേൺ എന്ന് പറയുമ്പോൾ ഞാൻ നൈറ്റ് റൈഡുകൾ കാര്യമായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഫുൾ ഗിയർഡ് ആണ്. ഫുൾ ഗിയർഡിൽ ഒരു പെൺകുട്ടിയാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ സമയമെടുക്കും. അപ്പോഴേക്കും ഞാൻ അവരെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും സേഫ്റ്റിയുടെ ഇഷ്യൂസ് എനിക്ക് വന്നിട്ടേ ഇല്ല. ഈ ഫുൾ റൈഡിൽ ഐ വാസ് ടോട്ടലി സേഫ്. ഈ 59 ദിവസം യാത്രക്കിടയിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് അത്യാവശ്യം ഉറങ്ങിയത് ഏകദേശം ഒരു 8 ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടിലൂടെയാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ. എനിക്ക് വേറെ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ സ്പോൺസേഴ്സോ അങ്ങനെ ആരുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ ആ കൂടെ ഒരു 3000 രൂപയാണ് കയറ്റുന്നത്. 3000 നിന്ന് ഞാൻ ഇവിടുന്ന് ഡൽഹി പോലും എത്താൻ കഴിയൂല. രാത്രി ഒരു 7:30 വർക്കിനിരിക്കും. US ഒരു കമ്പനിക്കുള്ള ജോലിയാണ്. രാവിലെ 4:30 വരെ 9 മണിക്കൂറുള്ള സ്ട്രെച്ച് ഉള്ള ഒരു ജോലിയാണ്. ലാപ്ടോപ്പ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. സോ ഇന്റർനെറ്റ് ഫെസിലിറ്റി എവിടെ ഉണ്ടോ അവിടുന്ന് വർക്ക് ചെയ്യുന്നു. ഈ 9 മണിക്കൂർ വർക്കും കഴിഞ്ഞ് രാവിലെ ഒരു 5 to ഒരു 7:30, 8 മണി വരെ ഉറങ്ങും. 8 മണി ഉറങ്ങി എണീറ്റിട്ടാണ് ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങുന്നത്. അച്ഛൻ്റെ അനുഗ്രഹത്തോടെ പുറപ്പെടുകയാണ്. കണ്ണൂർ, കാസർഗോഡ് നിന്ന് കവർ ചെയ്ത് മാംഗ്ലൂർ. ഇതാണ് എൻ്റെ അച്ഛൻ, മിസ്റ്റർ ലക്ഷ്മണൻ. വയസ്സ് എത്ര ആച്ചിപ്പോ உங்களுக்கு? 70 കഴിഞ്ഞു. ഇങ്ങനെയാണ് എന്താ പറയുക, മാനസികമായിട്ട് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നത്. കുറെ പേർക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇവിടുന്ന് യാത്ര തുടങ്ങി അവസാനിക്കുന്നവരെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അച്ഛന് ഫോൺ ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ എന്നെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടുമില്ല. എൻ്റെ മോള് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ ഒരൊറ്റ ആൾ എൻ്റെ അച്ഛനാണ്. അമ്മ പാലക്കാട്ടിലെ വനിതാ SI ഫോഴ്സിലുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയുടെ ഒരു ചെറിയ ആക്സിഡന്റ് മൂലമാണ് അമ്മ മരിച്ചു പോകുന്നത്. ഈ യാത്രയ്ക്ക് പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് ബോൺ ആയിട്ടുണ്ടായിരുന്ന എൻ്റെ അമ്മമ്മ തന്നെയാണ്. ആളിപ്പോൾ ജീവനോടില്ല. പക്ഷെങ്കിൽ യാത്രകളെ സ്നേഹിക്കാനും പുതിയ ഭക്ഷണം കഴിക്കാനും കുറേ സ്ഥലങ്ങൾ കാണാനും ആൾക്കാരെ പരിചയപ്പെടാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എന്നിൽ നിറച്ച എൻ്റെ അമ്മമ്മ തന്നെയായിരുന്നു. ലഡാക്കിന്റെ ഐഡിയ എനിക്ക് കിട്ടിയത് ടിക്ടോക്ക് തന്നെയാണ്. കാരണം ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഗോവ, വാഗമൺ, മൂന്നാർ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ റൈഡുകളാണ് ഇതൊക്കെ. പക്ഷെങ്കിൽ വാഗമണ്ണ് പോകുമ്പോഴാണ് എനിക്ക് ഇതെന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൂടാ, ഒരു 4 പേർക്ക് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അത് ഭയങ്കരമായിട്ട് വൈറലായപ്പോഴാണ്, അതിലൂടെയാണ് ഞാൻ ലഡാക്കിന്റെ ഒരു സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഇതിനിടയ്ക്ക് കുറച്ച് കമന്റ്സ് എനിക്ക് കിട്ടിയായിരുന്നു. നീ വാഗമണ്ണല്ലേ പോയിട്ടുള്ളൂ, ഇതിന് ഇത്രയും പൊലിപ്പിക്കേണ്ട കാര്യമുണ്ടോ, ഞങ്ങളൊക്കെ ലഡാക്ക് പോയവരാണ്. അപ്പൊ ഒരു വാശിയായിട്ടല്ല ഞാൻ എടുത്തത്. അങ്ങനെ എന്തുണ്ട് അവിടെ, അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ചെറുപ്പം തൊട്ടേ ഉള്ളതാണത്. കേരളത്തില് അത്ര അധികം മഴ തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ കേരളം കഴിഞ്ഞ പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. വാപ്പിയിലാണ് ഫ്ലഡിൽ സ്റ്റക്കായി പോയത്. ഡാമൻഡ്യൂല് എൻ്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ ഒരു ദിവസത്തെ സ്റ്റേ ആണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഈ ഫ്ലഡ് കാരണം അവിടെ ഒരു 4-5 ദിവസം പെട്ടുപോയി. എല്ലാ സംസ്ഥാനങ്ങളിലും മഴ കൊണ്ടിട്ടുണ്ട്. ആ കൂടെ കൊള്ളാതെ ജയ്സാൽമീറിൽ മാത്രമാണ്. ജയ്സാൽമീർ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 20 days ആയി. ഈ 20 days മഴ കൊണ്ടിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്നും പിന്നെ ജയ്സാൽമീറിലേക്കുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിൽ മാത്രമാണ് മഴ കിട്ടാതിരുന്നത്. ഹവാ മെഹൽ, സിറ്റി പാലസില് ഹവാ മെഹൽ, ജന്തർ മന്തർ, ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരൊറ്റ സ്ഥലത്തുള്ളതാണ്. അപ്പൊ അതിന്റെ ഇന്റീരിയറിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഗേറ്റിന്റെ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്താണെന്ന് തോന്നൂത്രേ. ക്രോസിന് അപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ദൂരത്തുള്ളതാണെന്ന് കാണാം. ഡൽഹി എത്തി. ഞാൻ കുറെ കൊല്ലങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ്. ഇപ്പൊ എന്റെ അമ്മയുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലത്തെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. മഴകളും ലാൻഡ് സ്ലൈഡിങ്ങും ബ്ലോക്കുകളും എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം മണാലിയിൽ എത്തുന്നത്. മണാലിയിൽ എത്തിയപ്പോഴാണ് ഒരു ഇത്തിരി ആശ്വാസമായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈഡിന്റെ 45% എത്തി. ഇനി അങ്ങോട്ട് കയറി കർദുംഗ്ല കീഴടക്കുക എന്നുള്ള ആ ഒരു തോട്ട് മാത്രമേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. മണാലി ആയിരുന്നു ഈ ഫുൾ ട്രിപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട്.
നമ്മൾ ഈ താമസിച്ച റൂമിൽ നിന്ന് ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ റോത്താങ്ങിന്റെ മലനിരകൾ കാണാൻ കഴിയുമായിരുന്നു, മഞ്ഞുമൂടി കിടക്കുന്ന. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ മഞ്ഞ് കാണുന്നത്. അത്രയും ദൂരത്ത് മഞ്ഞുമല കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു, അപ്പോഴാണ് ഇൻസ്പിറേഷൻ കൂടി കൂടി വരിക. നമ്മൾ അങ്ങോട്ട് പോവാണ്, വി ആർ ഗോണ കോൺകർ ദാറ്റ് പ്ലേസ് എന്നുള്ള ഒരു തോട്ട് വന്നു തുടങ്ങിയത്. ഈ ലാൻഡ് സ്ലൈഡിങ് ക്രോസ് ചെയ്യുന്നതാണ് ആദ്യത്തെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മുട്ടിന് ചെളിയാ. റോഡിൽ ഈ മിലിറ്ററി ടയേഴ്സ് വന്നു പോയിട്ടുള്ള കാരണം അവിടെ റോഡിൽ ഒരു പ്രതലം ഇല്ല. അപ്പൊ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പൂന്തി ഇറങ്ങി പോകും. ടയറിന്റെ ഏകദേശം ഒരു 25% ചേറിലായി പോയി. ഞാൻ വണ്ടി പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കയറുന്നില്ല. അപ്പോഴാണ് ഇപ്പുറത്ത് ഒതുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ആര് തള്ളിത്തരാൻ പോലും ഇല്ല. എല്ലാവരും അവരവരുടെ വണ്ടി മുന്നോട്ട് കയറ്റി കൊണ്ടുപോകാനുള്ള വെപ്രാളത്തിൽ ആ ഒരു പോയിന്റ് അങ്ങ് കടന്നു കിട്ടണം. ആ സമയത്താണ് ഈ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന അവിടുത്തെ ലോക്കൽസ് പറയുന്നത്, ഇതേ പാറ ഉരുണ്ട് വരുന്നുണ്ട്, വേഗം പോകുന്നു. ഹിന്ദിയിൽ എന്നോട് കുറെ നിലവിളിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. പിന്നെ ഒന്നും നോക്കില്ല, ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി തള്ളി അങ്ങോട്ട് കയറ്റുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് മിസ്സാ. ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ തന്നെ തലയ്ക്ക് നല്ലൊരു പാറ കിട്ടേണ്ടതാണ്. ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്നവരെ ഞാൻ വീണിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റാ. ഐ കുഡന്റ് ബിലീവ് ഞാൻ വീണില്ല എന്നുള്ളത്. കാരണം എത്രയോ സാഹചര്യങ്ങളിൽ വണ്ടി എന്റെ കയ്യിൽ നിന്ന് പോകേണ്ടതായിരുന്നു. നിർത്തിയിട്ടാണ് പോകുന്നത്. ചുണ്ടൊക്കെ വരണ്ട്, മുഖമൊക്കെ ചുളിഞ്ഞ്, ആ കാറ്റിൽ നമുക്ക് ഓക്സിജൻ കിട്ടാനായിട്ട് നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്ത് കഷ്ടപ്പെടും. സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്നൊക്കെ എല്ലാവരും പറയും. സ്വർഗത്തിലേക്കുള്ള യാത്ര തന്നെയാണ്, പക്ഷെ കല്ലും മുള്ളും ഓക്സിജൻ ഇല്ലാത്തൊരു യാത്രയാണ്. റോത്താങ്ങിലെത്തി. ആ പോയിന്റിൽ എല്ലാരും ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കാ. പക്ഷെ എനിക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഒന്ന് ശ്വാസം ഒന്ന് വലിച്ചു വിടാനുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് കേട്ടോ. പിന്നില് മഞ്ഞുമല കാണുന്നുണ്ടോ? റോത്താങ് പാസ് എത്തുന്ന ഒരു വല്ലാത്തൊരു വികാരമാണ്. ഇനിയിപ്പോ എനിക്ക് കർത്തങ്ങളിലേക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പാലക്കാട് നിന്ന് ഇറങ്ങുമ്പോ എന്നെ കൊണ്ട് അതുവരെ ഓടിച്ചെത്തുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പക്ഷെ പോകണമെന്നുള്ള ആഗ്രഹമാണ് ഇത്രയും കൂടുതൽ. കോൺഫിഡൻസ് ഒക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റോത്താങ് എത്തുമ്പോഴാണ് ഈ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കയറിപ്പോയത്. എന്നെ കൊണ്ട് സാധിക്കും, ഇത്രയേ ഉള്ളൂ, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ ഞാൻ എത്തും, ലഡാക്ക് കർദുങ്ല കീഴടക്കാൻ കഴിയും. ഞാനെന്നല്ല, യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെ കൊണ്ട് സാധിക്കും. കാരണം ന്യൂസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, സൈക്കിളിൽ ആൾക്കാർ വരുന്നു, നടന്നു വരുന്നു, ദെൻ വൈ കുഡന്റ് ഐ എന്നുള്ളൊരു തോട്ട് വന്നു തുടങ്ങി. അവിടെ നിന്നാണ് ആദ്യമായിട്ട് നൂഡിൽസിനെ സ്നേഹിച്ചു തുടങ്ങിയത്. കാരണം വിശന്നിരിക്കുകയായിരുന്നു. സ്പോട്ടുകളുടെ ഭംഗി കൂടി വരുന്ന ഒരു യാത്രയാണ്. പിന്നെ നമ്മൾ കണ്ട് അങ്ങ് മതിമറന്നു പോകുന്ന റൂട്ടുകളാണ്. രണ്ട് സൈഡിലും ആഷ് കളറിൽ മൗണ്ടൻസ്, അതിന്റെ മുകളിൽ ചില മൗണ്ടൻസിന്റെ മുകളിൽ ചെറുതായിട്ട് മഞ്ഞ് തൂവിട്ട പോലെ ഈ വ്യൂ ആണ്. അതായത് കണ്ണെത്താ ദൂരത്തോളം വേറെ ഒന്നുമില്ല. ഈ മലകളും മഞ്ഞും ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. വേറെ ഒന്നിന്റെയും സൗണ്ട് നമ്മൾ അലേർട്ട് ചെയ്യില്ല. ഇതിനിടയ്ക്ക് മലയാളികളുടെ എന്ന് പറയാൻ മാത്രം കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കേറി വാടാ മക്കളെ, KL അത് ഇത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള കുറെ സ്പോട്ടുകളും കാണാൻ കഴിയും. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് കണ്ടുമുട്ടുന്നത് മലപ്പുറംകാരെ തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അത്യാവശ്യം കൊച്ചിക്കാരുണ്ടാവും എറണാകുളം സൈഡ്. പിന്നെ മാക്സിമം മലപ്പുറമാണ്. സൈക്കിളിൽ വരുന്നു, നടന്നു വരുന്നു, ട്രെയിനിൽ പിടിച്ച് വന്നിട്ട് അവിടുന്ന് ബൈക്ക് റെന്റിനെടുത്ത് വരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നത് മലപ്പുറംകാര്. ഐ തിങ്ക് ഫുട്ബോളിന്റെ കാര്യത്തിലും ശരി, റൈഡിങ്ങിന്റെ കാര്യത്തിലും ശരി, മലപ്പുറംകാരെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ജില്ലകൾ ഉണ്ടാവുന്നുള്ളൂ എന്നാ തോന്നുന്നത്. ഇതിനിടയ്ക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം മറക്കുക. നമുക്ക് ആ കൂടെ കിട്ടുന്നത് ബ്രെഡ് ടോസ്റ്റ് മാത്രമാണ്. അതിന്റെ ഭയത്താണ് കുറെ ദിവസം പിടിച്ചു നിന്നത്. കർദുങ്ല അവസാനം ഒരു 4 മണിക്കൂറിന്റെ പോരാട്ടത്തിന് ശേഷം കർദുങ്ല എത്തി. അയ്യോ, ആ ഫീല് ഇപ്പൊ പറയുമ്പോ പോലും എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയും ഓ മൈ ഗോഡ്. അതായത് പാലക്കാട് നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ അച്ഛന്റെ അനുഗ്രഹത്തോടെ ഞാൻ ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ടെങ്കിലും കർദുങ്ല ഞാൻ എത്തുന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല മാഷേ. ഞാൻ അവിടെ എത്തി. ഞാൻ ബാക്കി എല്ലാവരും ആ കർദുങ്ല ടൂം സ്റ്റോണിന്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളും. മിലിറ്ററിക്കാരന്റെ ക്വാർട്ടേഴ്സ് ആണ് നേരെ ഓപ്പോസിറ്റില്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഓരത്ത് പോയി നിന്നിങ്ങനെ ആ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. ഒരു ഹാഫ് ആൻ അവർ എനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ സ്റ്റണ്ണടിച്ച് നിൽക്കുക. ഞാൻ എത്തിയോ, എന്നെ കൊണ്ട് ഓടിച്ചിവിടെ എത്താൻ കഴിഞ്ഞു. ഞാൻ വണ്ടീനെ നോക്കുന്നു, എന്നെ നോക്കുന്നു. ആൾക്കാരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. കാരണം എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കർദുങ്ല എത്തി എന്നുള്ളത്. എന്നിട്ടാണ് ഞാൻ ടിക്ടോക്കിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഞാൻ എന്തൊക്കെയോ അതിൽ പറയുന്നുണ്ട്. കരഞ്ഞുപോയി ഞാൻ ആദ്യമായിട്ട്. ഈ യാത്രക്കിടയിൽ എൻ്റെ ആദ്യത്തെ അവസാനത്തെയും കരച്ചിൽ അവിടെ വെച്ചിട്ടായിരുന്നു. തിരിച്ചിറങ്ങാൻ അവിടെ ഒരു 3 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അവിടെ എത്തുന്ന ആരും അധികം നേരം നിൽക്കില്ല. ഭയങ്കര ഏറ്റവും ഓക്സിജൻ കുറവുള്ള ഒരു സ്ഥലം അതാണ്. ഈവൻ ദോ കർദുങ്ലയാണ് വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ട്രൂ.
വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. ബട്ട് അവിടെയൊന്നും ടൂറിസ്റ്റുകളോ റൈഡേഴ്സോ അലൗഡ് അല്ല. റൈഡേഴ്സിന് അലൗഡ് ആയിട്ടുള്ള, ടൂറിസ്റ്റ് അലൗഡ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ആയത് കാരണമാണ് കർദുംഗ്ലനെ ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ് എന്ന് പറയുന്നത്. ഏകദേശം 19,000 ഫീറ്റിനടുത്തുണ്ട്. അത് 18,000 to 19,000 ഫീറ്റിന് ഹൈലാണ്. ദ പോയിന്റ് ഇസ് ടു കം ദർ, ഒരു ഫോട്ടോ എടുക്കുക, തിരിച്ചു പോകുക എന്നുള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ കഴിയില്ല. ഞാൻ മാക്സിമം ഓക്സിജൻ ക്യാൻസ് ഉപയോഗിച്ചു, ഡൈമോക്സ് ടാബ്ലറ്റ് കഴിച്ചു. എനിക്ക് അവിടെ ഒരു 3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഇരുന്നു, ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആ ടൈമിലാണ്. അതായത് കർദുംഗ്ല നമ്മൾ കയറി എത്തുന്നത് 25th ഡേയിലാണ്. യാത്ര തുടങ്ങി 25ാമത്തെ ദിവസമാണ് കർദുംഗ്ല എത്തുന്നത്. എനിക്കത് എന്താ പറയാ, മറക്കാൻ കഴിയാത്തൊരു ദിവസമാക്കി മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കുറേ നേരം ഞാൻ സ്പെൻഡ് ചെയ്തു. അവിടെയുള്ള മിലിറ്ററിക്കാരോടൊക്കെ കുറേ നേരം നിന്ന് സംസാരിച്ചു. ഒരു മലയാളീനെ അവിടെയും പരിചയപ്പെട്ടു. അവിടെയും മലയാളി ഉണ്ടായിരുന്നു. യാത്രയുടെ 50% അവിടെ തീർന്നു, ഇനി നമ്മൾ നാട്ടിലോട്ടാണ് എന്നുള്ള ഒരു ബോധം അവിടെ നിന്നാണ് ഹിറ്റായി തുടങ്ങിയത്. അതുവരെ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ആ ഒരു ഹരം ഉണ്ടായിരുന്നു. കർദുംഗ്ല എത്തിയപ്പോൾ കഴിഞ്ഞോ, ഇനി എന്താ, ഇനി ഒന്നുമില്ല എന്നുള്ളൊരു തോട്ടായി. അവസാനം കർദുംഗ്ലയിൽ നിന്ന് ഇറങ്ങി ലേ തിരിച്ചെത്തി. അടുത്ത ദിവസം പാങ്കോങ്ങും കൂടി കാണാനുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുന്നില്ലയാ ദൂരത്തൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വലില്. പക്ഷെ അടുത്ത് പോകുമ്പോൾ അത് ഇളം പച്ചയായിട്ടും ഇളം നീലയായിട്ടും മാറും. കുറെ മലകളുടെ നടുക്ക് ഈ വെള്ളം ഇങ്ങനെ ഈ ഉപ്പുവെള്ളം തിങ്ങിക്കൂടിയെന്ന് ഒരു പിടുത്തല്ല. അവിടെ ഇറങ്ങാൻ അലൗഡ് അല്ല. പക്ഷെ നമ്മുടെ അഹങ്കാരം വണ്ടിയോടെ സൈഡാക്കി ഞങ്ങളൊരു 3-4 പേര് ഇറങ്ങി അങ്ങോട്ട് കുളിച്ചു. എന്റെ വണ്ടിയുടെ ചെയിൻ ലൂസായതടക്കം എന്റെ കൂടെ ഉള്ളവർ ശ്രദ്ധിച്ചിട്ടില്ല. ടിക്ടോക്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോന്റെ കമന്റിലാണ് ഒരു വ്യക്തി വന്ന് പറയുന്നത്, ചേച്ചി വണ്ടിയുടെ ചെയിൻ ലൂസാണ്, ടൈറ്റ് ആക്കണമെന്ന്. അങ്ങനെ ചെറിയ ചെറിയ വലിയ ഹെൽപ്പുകളൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ശ്രീനഗറിന്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നത് ടിക്ടോക്കിലൂടെയാണ്. ഇന്ന റൂട്ടിൽ പോകൂ ചേച്ചി, ആ റൂട്ടിൽ നല്ലതുണ്ട് എന്ന് അറിയുന്നത് ടിക്ടോക്കിലൂടെയാണ്. തിരിച്ചു വരുമ്പോൾ ശ്രീനഗർ വഴി ഇറങ്ങാന്നുള്ള അങ്ങ് തീരുമാനിച്ചു. കോട്ടയത്തെ 2 പയ്യന്മാരാണ് അപ്പോൾ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രീനഗർ വഴി വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഇഷ്യൂസ്, ഫുഡ് കിട്ടൂല, വെള്ളം കിട്ടൂല, പെട്രോൾ കിട്ടൂല. അപ്പോൾ ബ്രെഡ്, ജാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത്യാവശ്യം ക്യാനിൽ വെള്ളം പിടിച്ചു. എവിടെയും നിൽക്കുന്നില്ല. നേരെ ഫസ്റ്റ് സ്റ്റോപ്പ് ദ്രാസിൽ, കാർഗിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പാണ്. അപ്പോൾ ഈ വഴി വരുമ്പോൾ നമുക്ക് കുറേ പേര്, നമ്മൾ അന്വേഷിക്കുന്ന കുറേ പേര് പറയുന്നത് പോവാൻ നിൽക്കണ്ട, ചിലപ്പോൾ വല്ല ഇഷ്യൂസ് വന്ന പ്രശ്നമാവും. പക്ഷേ കുറച്ച് പേര് പറയുന്നു മിലിറ്ററിക്കാർ ഭയങ്കര സപ്പോർട്ടായിരിക്കും, കുഴപ്പമില്ല, വന്നോളൂ, എവിടെയും നിർത്തണ്ട, റൈഡേഴ്സ് ആണെന്ന് കാണുമ്പോൾ അധികം ഇഷ്യൂസ് വരില്ല. ഈ യൂട്ടിയുടെ ഒക്കെ പ്രശ്നം നടക്കുന്ന സമയമായിരുന്നു അത്, യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ കാർഗിൽ വഴി ദ്രാസിലോട്ട് പിടിക്കായിരുന്നു. ഈ കാർഗിലൊക്കെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. കാരണം 2 സൈഡും മിലിറ്ററിക്കാർ തോക്കും ചൂണ്ടിയിട്ട്, പിന്നെ കാർഗിലിന്റെ ലോക്കൽ പോലീസുകൾ. ഈ അന്തരീക്ഷത്തിലൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു വരിക. കാരണം ഇവിടെ പെട്രോളോ ATM പോലും ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ വേണം എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ പോലും. കടകളില്ല. ആ സ്ഥലത്തിൽ കൂടെ നിർത്താതെ നേരെ ദ്രാസിലേക്ക് വന്നു. ദ്രാസിൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു സ്റ്റേ എടുത്തു. പിന്നെ അവിടുന്ന് നമ്മൾ ശ്രീനഗർ കടന്ന് ജമ്മുവിൽ എത്തുക എന്നുള്ളതാണ് പ്ലാൻ. ജമ്മു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂസ് ഇല്ല. വേറൊരു ഇഷ്യൂ എന്താ വെച്ചാൽ ഈ സ്ഥലത്തൊന്നും ഇന്റർനെറ്റ് അവൈലബിൾ അല്ല. നമുക്ക് കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ കഴിയുമായിരിക്കും, പക്ഷെ ഇന്റർനെറ്റ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ പുറമായിട്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് വഴി ആരുടെ ഹെൽപ്പ് നമുക്ക് കിട്ടാൻ യാതൊരു വഴിയില്ലായിരുന്നു. ദ്രാസിന്ന് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, നേരെ വെച്ച് പിടിച്ച് ജമ്മു വഴി ക്രോസ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ഫുള്ള് ടണൽസും കാര്യങ്ങളൊക്കെയാണ്. സോജില ആ ഏരിയ ഒക്കെ എത്തുമ്പോഴേക്കും, സോജില പാസ്സൊക്കെ എത്തുമ്പോൾ ഈ ഇഷ്യൂസ് കാരണം എന്താ പറയാ, ശരിക്കും പേടിച്ചായിരുന്നു. കുറെ സ്ഥലങ്ങളിൽ നമ്മളെ തടഞ്ഞു നിർത്തി ഫുൾ ലഗേജ് ഒക്കെ ചെക്ക് ചെയ്യിപ്പിക്കും, എന്തെങ്കിലും ഉണ്ടോ അനാവശ്യമായിട്ട്. പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ അത്യാവശ്യം സേഫ്റ്റിക്കായിട്ടുള്ള കത്തിയും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു, അതൊക്കെ പിടിച്ച് വലിച്ച് കളഞ്ഞായിരുന്നു. എൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു, ഞാനത് സേഫ്റ്റിക്കായിട്ട് എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. അതിലൊന്നും ഇഷ്യൂസ് വന്നില്ല. പിന്നെ ഞാൻ ലേഡിയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ മിലിറ്ററിക്കാർ കുറച്ചുകൂടി സ്നേഹമായിട്ട് കാണിക്കും. അവിടുത്തെ ലോക്കൽ പോലീസിനെ കാട്ടിലും സപ്പോർട്ടീവ് മിലിറ്ററിക്കാരായിരുന്നു. കാരണം ലോക്കൽ പോലീസ് നമ്മളെ പിടിച്ചു നിർത്തി ഡിലേ ആക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചായിരുന്നു. മിലിറ്ററിക്കാരുടെ ഒരു സഹായത്തോടെ മാത്രം ആ ഏരിയയൊക്കെ കടന്നു വന്നു. ഈ ഏരിയ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്ന ഫുൾ മിലിറ്ററിയുടെ എന്താ പറയുക ഓഫീസുകളും അവരുടെ ക്യാമ്പുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. നേരെ ജമ്മു എത്തി, നിന്നില്ല, സോനാമാർഗ് എത്തി. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു. നമ്മളവിടെ ഒന്നും നിർത്തുന്നില്ല, പുഴയുടെ അരികെ കൂടെ സ്ലോ ആയിട്ട് ഓടിച്ച് നേരെ താഴെ എത്തി. പത്താൻകോട്ടിലാണ് പിന്നെ സ്റ്റേ ചെയ്യുന്നത്. അതിന് അടുത്ത ദിവസം അമൃത്സർ. പിന്നെ എക്സ്പ്ലോറേഷൻ തീരെ കുറവായിരുന്നു. കാരണം ഇന്ത്യയുടെ നടുക്കിൽ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഗ്രാമമാണ്, ഒന്നും കാണാനോ കാര്യങ്ങളോ ഇല്ല. നേരെ ക്രോസ് ചെയ്ത് വരിക. അങ്ങനെയാണ് ഝാൻസി കൂടെ കർണൽ വഴിയൊക്കെ താഴെ ഇറങ്ങി ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ,
ചെന്നൈയിൽ നിന്ന് മധുരൈ ടു തിരുനെൽവേലിയിൽ നിന്ന് പിന്നെ എനിക്ക് ഹൽവ മേടിക്കാൻ ആഗ്രഹമുള്ള കാരണം അവിടുന്ന് ഇരട്ടിക്കട ഹൽവ നല്ല ചാൻസിൽ കിട്ടി, അത് മേടിച്ചു. അവിടുന്ന് കന്യാകുമാരി എത്തി. കന്യാകുമാരി ഞാൻ ആദ്യമായിട്ടാണ് പോയത്. കന്യാകുമാരിയിൽ നിന്ന് വിവേകാനന്ദ റോക്കൊക്കെ കണ്ട് ട്രിവാൻഡ്രത്ത് നദിയെ അകത്ത് കയറി. അവിടെ വെച്ചിട്ടാണ് എനിക്ക് മോട്ടോ കിഡ്സിൻ്റെ ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അത്. അവിടുന്ന് കുമരകത്ത് ലാസ്റ്റ് സ്റ്റേ അടിച്ചു. കോട്ടയത്ത് എൻ്റെ കൂടെ ശ്രീനഗർ വഴി യാത്ര ചെയ്ത ആ പയ്യന്മാരുടെ അടുത്ത് പോയിട്ട് അവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ട് അങ്ങനെയാണ് പാലക്കാട് എത്തുന്നത്. പക്ഷെ പാലക്കാട് എത്തിയിട്ട് എനിക്ക് ആ ഒരു ഫീവർ നിൽക്കുന്നില്ല, വിഡ്രോവൽ സിംറ്റംസ് ആയിപ്പോയി. അയ്യോ ട്രിപ്പ് നിർത്തുകയാണല്ലോ, കാരണം ഇത്രയും ദിവസം രാവിലെ എണീക്കുന്നു, ലഗേജ് പാക്ക് ചെയ്യുന്നു, ഒരു 300-400 കിലോമീറ്റർ ഓടിക്കുന്നു. അത് പെട്ടെന്ന് ഒരു ദിവസം നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ നടക്കാത്ത കാര്യമാണ്. അപ്പം ഞാൻ പാലക്കാട് എത്തുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു എന്നാൽ ഊട്ടിയും കൂടി ഒന്ന് പോയിട്ട് തിരിച്ചിറങ്ങുന്നുള്ളൂ. അവിടുന്ന് നേരെ ഊട്ടിക്ക് വിട്ടു. ഊട്ടിയിൽ ഒരു 2 ദിവസം സ്റ്റേ ചെയ്ത് മനസ്സൊന്ന് കാം ഡൗൺ ചെയ്തിട്ടാണ് തിരിച്ച് പാലക്കാട് എത്തുന്നത് 59ാമത്തെ ദിവസം.